ന്യൂജൻ കാലത്ത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദാമ്പത്യ ബന്ധങ്ങൾ തകരുമ്പോൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും വേറിട്ടൊരു മാതൃകയാവുകയാണ് ഇടുക്കി കരിമണ്ണൂരിലെ ഈ ദമ്പതികൾ. തോളിലേറ്റിയത് പ്രിയതമയെ മാത്രമല്ല, വിവാഹ സമയത്ത് നൽകിയ വാക്കും കൂടിയാണെന്ന് തെളിയിക്കുകയാണ് സൈനുദ്ദീൻ. വിധിയുടെ വിളയാട്ടത്തിൽ തളർന്നുപോയ ഭാര്യ നബീസയെ തോളിലേറ്റി ജീവിതം കരുപിടിപ്പിക്കുന്ന സൈനുദ്ദീന്റെ ഹൃദയം തൊടുന്ന കാഴ്ച കാണാം. PSK പ്രവീൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ദുഃഖത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് നിൽക്കുമെന്ന ദാമ്പത്യ വാഗ്ദാനം വെറും വാക്കായി മരവിക്കാനുള്ളതല്ലെന്ന് തെളിയിക്കുന്ന അപൂർവ ദൃശ്യമിത. ആദ്യം ഈ വീഡിയോ ഒന്ന് കാണൂ. വാഹനത്തിൽ നിന്ന് ഭാര്യയെ സൂക്ഷിച്ച് ചുമലിലേറ്റി ചെറിയ വ്യാപാര സ്ഥാപനത്തിലെ കസേരയിലേക്ക് കൊണ്ടുപോകുന്ന ഭർത്താവ്. ആ മുഖത്തെ സ്നേഹവും കരുതലും കാണുമ്പോൾ കണ്ണ് നിറയാത്തവരുണ്ടാകില്ല. ഇത് കരിമണ്ണൂർ സ്വദേശികളായ എടനയ്ക്കൽ സൈനുദ്ദീൻ നബീസ ദമ്പതികളുടെ ജീവിതം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ തെന്നി വീണതാണ് നബീസയുടെ ജീവിതം മാറ്റിയത്. ആൾ കിടപ്പിലായി. അന്നു മുതൽ അവരെ പൊന്നുപോലെ നോക്കുന്നത് ഭർത്താവ് സൈനുദ്ദീനാണ്. ചുമട്ടുതൊഴിലാളിയായിരുന്ന സൈനുദ്ദീന് ഭാര്യയുടെ വീഴ്ചയോടെ ജോലിക്ക് പോകുവാൻ പറ്റാത്ത സാഹചര്യമായി. ഭാര്യയുടെ പരിചരണത്തിന് സ്വയം സമർപ്പിച്ചതോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ വഴി തേടാതെ പറ്റുമായിരുന്നില്ല. അതോടെ കരിമണ്ണൂർ സ്വദേശി വട്ടക്കാവിൽ ബേബി വക്കീലിനെ സമീപിച്ചു. ടൗണിൽ ഒരു ചെറിയ കച്ചവടം തുടങ്ങാൻ സ്ഥലം തരുമോ എന്ന അപേക്ഷയോട് വക്കീൽ സാർ സഹാനുഭൂതിയോടെ ഉദാരമായാണ് പ്രതികരിച്ചത്. തുണികളും ചെരുപ്പും വിൽക്കുന്ന ആ ചെറിയ കട അങ്ങനെ പിറന്നതാണ്. കട തുടങ്ങിയത് വക്കീൽ സാറിന്റെ സ്ഥലമാണ്. വക്കീൽ സാറിനോട് പോയി സാറേ ഞാനിവിടെ ചെറിയൊരു കട ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഈ കാട് പിടിച്ചിരുന്നെല്ലാം നന്നാക്കി പറക്കി ഞാനിവിടെ ഷെഡെല്ലാം കെട്ടി ഇവിടെ അങ്ങോട്ട് ഇരുന്നു. 16 കൊല്ലമായി ഇരിക്കാൻ തുടങ്ങി. ഇന്ന് കെട്ടതല്ല നമ്മുടെ സ്വന്തം തന്നെ കെട്ടിപ്പറക്കി നമ്മളിവിടെ ഇരിക്കണം ഇരിക്കുക. ഇത് കണ്ടായതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരി കൊണ്ട് ഇന്ന് മര്യാദയ്ക്ക് ഇന്ന് ജീവിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അവിടെ കൊണ്ട് ഇരുത്തി ഞാൻ അല്ല ഇതില്ലെങ്കിൽ അവിടെ കൊണ്ട് ഇരിച്ചത് എനിക്കെല്ലാം ഇത് പണിയാൻ പോകാൻ പറ്റുമോ? ഒരു തൊഴിലായി എന്തെങ്കിലും മരുന്ന് മേടിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഇരിക്കാൻ പറ്റും. ശയ്യാവലംബയായ പ്രിയതമ നബീസയെ തോളിലേറ്റി എന്നും രാവിലെ സൈനുദ്ദീൻ കടയിലെത്തും. രണ്ടുപേരും ചേർന്ന് സന്തോഷത്തോടെ കച്ചവടം. വൈകുന്നേരം വീണ്ടും അതേ സ്നേഹത്തോടെ വീട്ടിലേക്ക്. മക്കളെല്ലാം വിവാഹിതരായി സ്വന്തം ജീവിതം തുടങ്ങി. ആരോടും പരിഭവമില്ല, വിധിയെ പഴിക്കലില്ല. ഇണപ്രാവുകളെ പോലെ ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ന്യൂജൻ കാലത്ത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ബന്ധങ്ങൾ വിരിയുന്ന കാലത്ത് സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കുന്നു. രാവിലെ കൊല്ലിനെ കുളിപ്പിക്കുക, കൊണ്ടുവരിക, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്വന്തമായി നടക്കില്ല പോലെ ഇരിക്കു പോലെ. ആൾച്ച എടുക്കണം, കൊള്ളണം, കുളിപ്പിക്കണം, സർവ്വ പരിപാടി കഴിച്ച് അന്തേ കൊണ്ട് ഞാൻ ഈ കടയിൽ കൊണ്ട് ഇരുത്തും. വൈകുന്നേരം എടുക്കും. എൻ്റെ ആവശ്യത്തിന് പോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോകണം. അല്ല ഒരു കാരണത്തിനും നടക്കില്ല. ഞങ്ങൾ രണ്ടെണ്ണം ഉള്ളു വീട്ടിൽ, ആരുമില്ല. എല്ലാവരെല്ലാം വേറെ പോയി. 3 പെൺപിള്ളേരുണ്ട്. അതിനെ കെട്ടിച്ച് കൂട്ടുക. അവരെല്ലാം അതിലേ പോയി ജയിക്കും. എന്നെ പോയിട്ട് ചേർക്കുന്നതാണ് വേറെ ആവശ്യം. അറബി ഭാഷയിൽ നബീസ എന്ന പേരിന് അള്ളാഹുവിൽ നിന്നുള്ള ദാനം എന്ന അർത്ഥമുണ്ട്. അലങ്കാരം, ആഭരണം എന്നീ അർത്ഥങ്ങൾ സൈനുദ്ദീൻ എന്ന പേരിനുമുണ്ട്. തനിക്ക് അള്ളാഹു നൽകിയ ദാനത്തെ കേവലം അലങ്കാരമായി കാണുന്നില്ല കരിമണ്ണൂരിലെ സൈനുദ്ദീൻ. ഈ ദമ്പതികൾ നമുക്ക് നൽകുന്ന പാഠം വലുതാണ്. നിസ്സഹായരായ അച്ഛനമ്മമാരെ മക്കൾ തെരുവ് നായ്ക്കൾക്കിടയിൽ ഉപേക്ഷിക്കുന്ന വാർത്തകൾ അധികരിക്കവേ സൈനുദ്ദീനെ സമ്മിശ്ര വികാരങ്ങളോടെ കാണുന്നു കരിമണ്ണൂരിലെ ജനങ്ങൾ. പലപ്പോഴും മരുന്ന് വാങ്ങാനുള്ള തുക മനുഷ്യസ്നേഹികളിലൂടെ തൻ്റെ കൈകളിലെത്തുന്നതിൻ്റെ നന്ദിയും പങ്കുവയ്ക്കുന്നു സൈനുദ്ദീൻ. ദാമ്പത്യം എന്നാൽ കൂട്ടിരിപ്പാണ്, കരുതലാണ്, തോളിലേറ്റലാണ്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ.